26. A conductor A with a cavity as shown in figure A is given charge Q. അപ്പോൾ നമുക്കൊരു കണ്ടക്ടർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കണ്ടക്ടർ തന്നിട്ടുണ്ട്, ഇതിനകത്തൊരു ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്യാവിറ്റി. അപ്പോൾ ഇതാണ് ക്യാവിറ്റി. അപ്പോൾ കണ്ടക്ടറിനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ ദിസ് ഷെയ്ഡഡ് പോർഷൻ ഇൻഡിക്കേറ്റ്സ് യുവർ കണ്ടക്ടർ. ഇത് കണ്ടക്ടറാണ്. ദിസ് ഈസ് എ ക്യാവിറ്റി. ദിസ് കണ്ടക്ടർ ഈസ് ഗിവൺ ചാർജ് Q. അപ്പൊ ഈ കണ്ടക്ടറിന് എന്ത് കൊടുക്കുന്നു? ചാർജ് കൊടുക്കുന്നു. ചാർജ് കൊടുത്താൽ എവിടെ കാണും ചാർജ്? സർഫസിൽ കാണും, നമുക്കറിയാം. ഇനി ഷോ ദാറ്റ് ദ എൻറ്റയർ ചാർജ് മസ്റ്റ് അപ്പിയർ ഓൺ ദ ഔട്ടർ സർഫസ്. ഈ ഔട്ടർ സർഫസിലാണ് ചാർജ് ഇരിക്കുന്നത്, അകത്തോട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാം, സിമ്പിളാണ്. ഇപ്പൊ നമുക്ക് ഇവിടെയാണ് ചാർജ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്ന് വെച്ചോളൂ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു എല്ലാ ചാർജും പുറത്താണ് ഇരിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, വി കൺസിഡർ a Gaussian surface. Along the surface of the conductor. കണ്ടക്ടറിന്റെ സർഫസിൽ കൂടെ ഒരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്ത്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ദിസ് ഈസ് യുവർ കണ്ടക്ടർ. ആം ഐ റൈറ്റ്? ഇൻ ദ ഇന്റീരിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ. നമ്മൾ പണ്ടേ അറിയാന്നുള്ളതാണ്. കണ്ടക്ടറിന്റെ അകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കണ്ടക്ടറിന്റെ അകത്ത് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇനി നമുക്കറിയാന്നുള്ള കാര്യം, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നല്ലേ? ഇതിനകത്ത് ഇക്ക് വരെ സീറോ കൊടുത്താൽ ഫ്ലക്സിന്റെ ആൻസർ എത്ര വരും? ഫ്ലക്സിന്റെ ആൻസർ സീറോ വരും. ഇനി ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് എന്നല്ലേ? ഇവിടെ ഫ്ലക്സിന്റെ വാല്യൂ സീറോ കൊടുക്കുക. അപ്പൊ 0 ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0 എന്നാണ്. അപ്പൊ ഇത് ക്രോസ് ചെയ്യുമ്പം ചാർജ് എൻക്ലോസ്ഡിന്റെ ആൻസർ എത്ര വരും? 0 വരും. അതായത് ഈ ഗോസിയൻ സർഫസിന്റെ അകത്ത് എന്തില്ല? ചാർജ് ഇല്ല. അകത്ത് ചാർജ് ഇല്ലെങ്കിൽ പിന്നെ എവിടെ ചാർജ് കാണും? അതിന്റെ പുറത്ത് ചാർജ് കാണും. അപ്പൊ ചാർജ് എവിടെ കാണും? പുറത്ത് ചാർജ് കാണും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ, ഗോസിയൻ സർഫസിന്റെ പുറത്താണ്, അതായത് കണ്ടക്ടറിന്റെ പുറത്തേ ചാർജ് ഉള്ളൂ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പൊ എന്താണ്? സി യു കൺസിഡർ എ ഗോസിയൻ സർഫസ് അലോങ് ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. Then in the interior of any conductor, you know electric field is zero. Then we know the equation for flux. Flux is equal to closed integral E dot ds. Here E equal to 0, so flux is equal to 0. Then you know flux is equal to 1/ε0 into Q enclosed. Am I right? You put flux as 0. 0 equal to Q enclosed by ε0. So on cross multiplication you will get Q enclosed is equal to 0. So charge enclosed by the Gaussian surface, that is charge inside the Gaussian surface is 0. So inside this no charge. So then where will the charges go? So charges will go to the surface. So charges will reside on the surface. So we have proved it. Then next section. Another conductor with B with a charge Q is inserted into the cavity, keeping B insulated from A. Show that the total charge on the outside surface of A is Q plus Q. നല്ലൊരു ക്വസ്റ്റൻ ആണത്. See, this is your conductor, original conductor. Am I right? Okay, you are giving a charge Q to it. Where will the charges go? To the surface. We just proved. Then ഇതിന്റെ അകത്ത് വേറെ കണ്ടക്ടർ വെച്ചിരിക്കുന്നു. ഇതാണ് ആ കണ്ടക്ടർ. Its name is B. Okay, then it is given a charge plus Q. അതിന് കൊടുത്തിരിക്കുന്ന ചാർജ് Q ആണ്. അപ്പൊ ചാർജസ് റിസൈഡ് ഓൺ ഇറ്റ്സ് സർഫസ്. സംശയമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ കണ്ടക്ടറിന്റെ ഔട്ടർ സർഫസിൽ Q ഉണ്ടെങ്കിൽ ഈ കണ്ടക്ടറിന്റെ A എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന്റെ ഇന്നർ വോളിൽ എന്ത് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും? എയുടെ ഇന്നർ വോളിൽ മൈനസ് Q ഇൻഡ്യൂസ് ചെയ്യൂലേ? അങ്ങനെയാണെങ്കിൽ ഔട്ടർ സർഫസിൽ പ്ലസ് Q ഇൻഡ്യൂസ് ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ഔട്ടർ സർഫസിലുള്ള ടോട്ടൽ ചാർജ് ഇപ്പൊ Q പ്ലസ് Q അല്ലേ? ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. പല പാടുണ്ടോ? ഒന്നുകൂടെ വൺസ് അഗൈൻ. നിങ്ങളുടെ ഒറിജിനൽ കണ്ടക്ടറാണ് ഈ ഇരിക്കുന്നത്. ഒറിജിനൽ കണ്ടക്ടർ. ഓക്കെ, ദിസ് ഈസ് യുവർ ഒറിജിനൽ കണ്ടക്ടർ. ഓക്കെ, വിത്ത് cavity. You are giving charge to it. What is the charge given? Capital Q. The charges will reside on the surface. Then this is so what is the name of this conductor? A. Then this is
the second conductor. This is a second conductor. What is its name? Its name is B. ഇതിന്റെ പേരെന്താണ്? B ആണ്. Okay. You give charge a small q to it. Where will the charges go? On the surface. ഇങ്ങനെ ചാർജ് ഇരുന്നാൽ then negative q will be induced on the inner wall of what? Inner surface of this conductor A. Then at the outer surface plus q will be induced. No doubt. So what is the total charge on the outer surface of A now? It is q plus q. Okay. So വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. Then third question എന്താണ്? A sensitive instrument is to be shielded from strong electrostatic field in its environment. Suggest a possible way. ഒരു ഇൻസ്ട്രുമെന്റിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു മെത്തേഡ് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്യുപ്മെന്റ് എൻ്റെ കയ്യിലുണ്ട്, ഒരു എക്യുപ്മെന്റ് ആണ്, ഇതിന് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കിട്ടരുത്. എന്ത് ചെയ്യും? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. അപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണല്ലോ, റേഡിയോ വേവ് ആണല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്നാലേ വർക്ക് ചെയ്യൂ. അപ്പൊ നമ്മൾ ഈ മൊബൈൽ ഫോണിനെ എടുത്ത് ഒരു മെറ്റൽ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ അകത്തിട്ട് അടച്ചു വെച്ചു. എന്ത് സംഭവിക്കും? ഒരു മെറ്റൽ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ അകത്തിട്ട് അടച്ചു വെച്ചാൽ ക്ലാസ് ടീച്ചർ വിളിക്കുന്നു. നമുക്കറിയാം ഇന്ന് വിളി വരും എന്നുള്ളത്. കാരണം തലേ ദിവസം ക്ലാസ് ടീച്ചറിന്റെ പിതാവിനെയൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എന്തോ സിറ്റുവേഷനൊക്കെ ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ക്ലാസ് ടീച്ചർ വിളിക്കുമെന്നറിയാം, പ്രിൻസിപ്പൽ വിളിക്കുമെന്നറിയാം. അപ്പോൾ സ്കൂളിൽ നിന്ന് വിളി വരുന്നു. അപ്പൊ പ്രിൻസിപ്പലിന്റെ വിളിയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ശരിയല്ലേ? നിങ്ങൾ മെറ്റൽ ബോക്സിന്റെ അകത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡിന് വെളിയിൽ നിന്ന് കളിക്കാനേ പറ്റൂ, അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഇൻഡ്യൂസ് ചാർജസ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോക്സ് ഓൺലി. ഇൻ ദ ഇന്റീരിയർ there is no electric field. അകത്ത് എന്ത് വരില്ല? ഇലക്ട്രിക് ഫീൽഡ് വരില്ല. അപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പലിന് കേൾക്കും, താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ് എന്ന് പറയും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങളുടെ മൊബൈൽ ഫോണിനെ എടുത്ത് എവിടെ വയ്ക്കുക? ഒരു മെറ്റൽ ബോക്സിന്റെ അകത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കോൾ ചെയ്ത് നോക്കിയാൽ യു വിൽ ഹിയർ ദിസ് മെസ്സേജ്. ഇങ്ങനെ ആയിരിക്കും കേൾക്കുക. അപ്പൊ ഓർത്ത് വയ്ക്കണം, എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ഇൻഡ്യൂസ് ചാർജ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോക്സ് ഓൺലി. ഇൻ ദ ഇന്റീരിയർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് സീറോ. അകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വന്നാലല്ലേ മൊബൈൽ വർക്കാവും. ഇങ്ങനെയുള്ള ബോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാരഡേസ് കേജ്. എന്താ വിളിക്കുക? ഫാരഡേസ് കേജ്. ഫാരഡേസ് കേജസ് എന്നാണ് പറയുന്നത്. സോ ഹൗ വിൽ യു പ്രൊട്ടക്ട് ആൻ ഇൻസ്ട്രുമെന്റ് ഫ്രം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്? You keep it in a metal box. In the interior, the electrostatic field is zero and your equipment will be protected. Okay? Then question number 27. പെട്ടെന്ന് വായിക്കൂ. What is question number 27? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. പറയൂ. It is now believed that protons and neutrons are themselves built out of more elementary units called quarks. A proton and a neutron consists of 3 quarks. 2 types of quarks, so called up quark and down quark. Up quark of charge plus 2/3 and down quark denoted by D of charge minus 1/3 together with electron build up ordinary matter. Suggest a possible quark composition for proton and neutron. ഇത് നമ്മൾ പഠിച്ചതല്ലേ. നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ, പ്രോട്ടോണും പിന്നെ ന്യൂട്രോണും ഒക്കെ അതിനേക്കാളും ചെറിയ ക്വാർക്കുകൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്വാർക്കുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 ടൈപ്പ് ക്വാർക്ക് എന്നാണ് പറയുന്നത്. അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. അപ്പ് ക്വാർക്കിനെ നിങ്ങൾ യു എന്ന് റെപ്രസെന്റ് ചെയ്യും, ഡൗൺ ക്വാർക്കിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പ് ക്വാർക്കിന്റെ ചാർജ് ആണ്, അപ്പ് ക്വാർക്കിന് ഒരു ചാർജ് ഉണ്ട് +2/3e. ഡൗൺ ക്വാർക്കിന് ഒരു ചാർജ് ഉണ്ട് -1/3e. ഒന്നും കൂടെ, ക്വാർക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്പ്, അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്. അപ്പ് ക്വാർക്കിനെ യു എന്നും ഡൗൺ ക്വാർക്കിനെ ഡി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് അപ്പ് ക്വാർക്ക്? +2/3e. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഡൗൺ ക്വാർക്ക്? -1/3e. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ക്വാർക്ക് വെച്ചിട്ടാണ്. ഇനി നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താണ്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും അകത്ത് എത്ര ക്വാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ? എന്താണ് UUD എന്ന് കേട്ടിട്ടുണ്ടോ?
പ്രോട്ടോണിനകത്ത് എന്താണ്, 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കുമാണ്. സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. ഒരു യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? +2/3e. അടുത്ത യു എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3e. ഒരു ഡൗൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1/3e. ഇത് മൂന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. അപ്പൊ എത്ര വരും? പറയൂ, എത്ര വരും? എല്ലായിടവും 3 ഉണ്ട്. പറ. 2 + 2 4, 4 - 1 3, അപ്പൊ 3e. അപ്പൊ ആൻസർ എത്ര എന്ന് വരും? ഇ എന്ന് വരില്ലേ? പ്രോട്ടോണിന്റെ ചാർജ് നിങ്ങൾ ഇ എന്നല്ലേ റെപ്രസെന്റ് ചെയ്യുന്നേ? അപ്പൊ പ്രോട്ടോണിനകത്ത് എന്താ ഉള്ളത്? 2 അപ്പ് ക്വാർക്കും 1 ഡൗൺ ക്വാർക്കും. സോ സേ ദ കോമ്പോസിഷൻ ഓഫ് പ്രോട്ടോൺ. A proton is made of 2 up quarks and 1 down quark. ഇനി അടുത്ത ന്യൂട്രോൺ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ന്യൂട്രോണിനകത്ത് 1 അപ്പും 2 ഡൗണും ആണ്. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പ് എന്ന് പറഞ്ഞാൽ 2/3e ആണ്. ഡൗൺ എന്ന് പറഞ്ഞാൽ -1/3e ആണ്. അടുത്ത ഡൗൺ എന്ന് പറഞ്ഞാലും -1/3e ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കൂ. എത്ര വരും? 3 താഴെ ഉണ്ട്. പറയൂ. 2 - 1 1, 1 - 1 0. അപ്പൊ 0e. അപ്പൊ ആൻസർ 0 എന്ന് വരും. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ഇല്ല. കറക്റ്റ് അല്ലേ? അപ്പൊ വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ന്യൂട്രോൺ? A neutron is made of 1 up quark and 2 down quark. അപ്പൊ ചോദിച്ചാൽ പറയണം പ്രോട്ടോൺ UUD, ന്യൂട്രോൺ UDD. ഓർത്ത് വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. An electron of mass m and charge -q enters a region between two charged plates, initially moving along x-axis with the speed vx equal to 2 × 10⁻⁶ meter per second. Length of the plate is L, and the uniform electric field E 9.1 × 10⁻² Newton per coulomb is maintained between the plates. Where will the electron strike the upper plate? Plate separation given 0.5 cm. ഇപ്പൊ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നമ്മൾ പഠിച്ചതാണ്. സി 2 പ്ലേറ്റുകൾ. ഇനി ഇതിനകത്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലേ? ഇതിനകത്ത് ഇലക്ട്രോൺ ആണ് അകത്തേക്ക് കയറുന്നത്. നമ്മൾ പഠിച്ചത് പോസിറ്റീവ് പാർട്ടിക്കിളിന്റെ മോഷൻ ആണ്. ഇവിടെ കയറുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോൺ കയറിയാൽ ഇലക്ട്രോണിനെ മേലോട്ട് തള്ളണമെങ്കിൽ ഇത് പോസിറ്റീവ് പ്ലേറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റും ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് താഴോട്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോണിന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് മേലോട്ടായിരിക്കും. ഇലക്ട്രോൺ ഇങ്ങനെയാണ് കയറിയത് അല്ലെ? ഹൊറിസോണ്ടലി കയറി. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Vx എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വാല്യൂ എത്രയാ? 2 × 10⁻⁶. 2 × 10⁻⁶. ഇങ്ങനെ കയറിയാൽ ഈ ഇലക്ട്രോണിനെ ഇലക്ട്രിക് ഫീൽഡ് മേലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയി ഇവിടെ ഇടിക്കും അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇവിടെ പ്ലേറ്റ് സെപ്പറേഷൻ, 2 പ്ലേറ്റും തമ്മിലുള്ള ഈ ദൂരം 0.5 cm × 10⁻². ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ, ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ 9.1 × 10². 9.1 × 10². ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി പ്ലേറ്റിന്റെ ഈ ലെങ്ത് L ആണ്. L എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചത് X എന്നാണ് അല്ലേ? അപ്പൊ L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ തന്നെ? X-ന് തന്നെ. ഇനി വേർ വിൽ ദ ഇലക്ട്രോൺ സ്ട്രൈക്ക് ദ അപ്പർ പ്ലേറ്റ്? അപ്പർ പ്ലേറ്റിൽ എവിടെ പോയി ഇടിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ പ്രോബ്ലത്തിൽ ഒരു സെന്റൻസിന്റെ ഫ്രെയിമിങ് അത്ര ഒരു സുഖമല്ല. ഇവിടെ ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ റീജിയൻ ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ് എന്നേ ക്വസ്റ്റിനകത്ത് പറയുന്നുള്ളൂ. എവിടെ നിന്ന് കയറുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് സെന്ററിൽ കൂടെ കയറുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ എവിടെ കൂടെയാണ് കയറുന്നത്? സെന്ററിൽ കൂടെയാണ് കയറുന്നത് എന്ന് അസ്യൂം ചെയ്യാം. ഇനി അടുത്തെന്താണ്? വേർ വിൽ ദ ഇലക്ട്രോൺ സ്ട്രൈക്ക് ദ അപ്പർ പ്ലേറ്റ്? അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാനുള്ളത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. എല്ലാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ കണ്ടുപിടിക്കാനുള്ള സാധനം എന്താണ്? എല്ലാണ്. അപ്പൊ നോക്കൂ, എത്ര ദൂരം ഓടിയിട്ടായിരിക്കും, എത്ര ദൂരം ഹൊറിസോണ്ടലി ഓടിയിട്ടാണ് ഇത് പോയി ഇടിക്കുന്നത് എന്നാണ്. അതായത് പ്ലേറ്റിന്റെ ലെങ്ത് ആണ് ചോദ്യം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചാൽ അത്രത്തോളം ഒരു സുഖം തോന്നുന്നില്ല, അത് നേരെ വായിച്ചു നോക്കണം. ശരി. അപ്പൊ നമ്മള് OE ഡിഫ്ലക്ഷൻ കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണോ നോക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്നത് QE²
QES സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താ എഴുതിക്കുന്നത് 2mu സ്ക്വയർ എന്നല്ലേ എഴുതിക്കുന്നത്. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഇതിനകത്ത് ഒയ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഒയ് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് ഒയ്, ഈ ദൂരമാണ് ഒയ്. ഈ ദൂരം എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയല്ലേ. അപ്പൊ 0.5 × 10⁻⁻² ഡിവൈഡഡ് ബൈ 2. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഗിവൺ അല്ല. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് സെന്ററിൽ കൂടെ കയറുന്നു. ഇനി ഇസ് ഈക്വൽ ടു ഇവിടെ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? 1.6 × 10⁻⁻19. ഇനി ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ പറയൂ. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 9.1 × 10² ഇൻറ്റു ഇവിടുത്തെ എക്സ് ആണ് എൽ. അപ്പൊ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ എത്ര? 9.1 × 10⁻⁻31 ഇൻറ്റു യുവിന്റെ വാല്യൂ എത്ര? 2 × 10⁻⁶. അപ്പൊ 2 × 10⁻⁶ സ്ക്വയർ. ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് എൽ സ്ക്വയർ ആണ്. അതിൽ നിന്ന് എൽ സ്ക്വയർ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? എൽ കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്തൂടെ?